ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത് സദ്യൻ്റെ വിഭവങ്ങൾ. അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും ഒരു സദ്യ കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നി. എൻ്റെ ഒരു സദ്യ കോളേജിൽ നിന്ന് കഴിച്ചാണ്, പക്ഷേ എനിക്ക് അതിനോടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെയും സദ്യ കഴിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തലേ ദിവസം കഴിഞ്ഞിട്ടുന്ന് നുബേമയും നജമേമയും വന്നിട്ടുണ്ടായിരുന്നു, മിഷ്ടുമേമയും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഉവാൻ്റെയും എല്ലാവരും കൂടിയിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി അതിൻ്റെ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ടാസ്ക്കായിട്ട് തോന്നിയ കാര്യം. എന്തായാലും ഇപ്പോൾ നുബേമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോൺ വെജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ദിവസം കഴിച്ചാൽ പിന്നെ അടുത്ത ദിവസം കഴിക്കാൻ തീരെ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ സദ്യ, പൊതിച്ചോറ് ഇതൊക്കെ എത്ര കഴിച്ചാലും മടുക്കാത്ത സാധനങ്ങൾ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നും. കയ്യിലെന്താ കൈ കാണിച്ചാ കയ്യിലെന്താ? തേങ്ങ തിന്നാല്ലേ? അങ്ങനെ നജമേമയും മുവാൻ്റെയും കൂടി തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞ് ഇപ്പോഴത്തെ ഉള്ളി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നുബേമ ഇവിടുത്തെ അവിയലിനും സാമ്പാറിനും അങ്ങനെ ആവശ്യമായിട്ടുള്ള ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ചോറിന് സാമ്പാറും അവിയലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും ലല്ലിനും അന്ന് നല്ല അടിപൊളി ദിവസമായിരിക്കും കേട്ടോ. ഞങ്ങളുടെ മനസ്സിൽ സദ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പാറും അവിയലാണ്. പക്ഷെ പിന്നീട് മനസ്സിലായത് കേവലം സാമ്പാറും അവിയലും മാത്രമല്ല സദ്യയിൽ, അതുകൂടാതെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ സാമ്പാറിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിഞ്ചിക്ക് വേണ്ടി മെച്ചി ഇവിടെ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മത്തൻ മമ്പയർ എലിശ്ശേരിക്ക് വേണ്ടിയിട്ട് മത്തനോടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിഞ്ചിക്ക് വേണ്ടിയിട്ട് ശർക്കര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ അവിയലിനുള്ള കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൈര് പച്ചടിക്കുള്ള തൈരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂട്ടുകറിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാത്രി ഇപ്പോൾ നമുക്കിനി പോയി ഉറങ്ങാം. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സദ്യ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ സദ്യക്കുള്ള ഒരുവിധം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വെച്ച് ഇവിടെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുകയാണ്. ഇന്നലെ രാത്രി കിടക്കുമ്പോഴും ഇന്ന് രാവിലെ എണീറ്റപ്പോഴും മനസ്സിലൊറ്റ ചിന്തയുള്ളൂ കേട്ടോ, സദ്യ. ഇലയിൽ ചോറും വിഭവങ്ങളും എല്ലാം കൂട്ടി കഴിച്ച് അത് കഴിഞ്ഞിട്ടൊരു പായസം കുടിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചിട്ട് തന്നെയാണ് എണീറ്റത്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ആദ്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടില്ല, ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്, പക്ഷെ രാവിലേക്കുള്ളത് റെഡി ആയിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ചൂട് പുട്ടും പിന്നെ കടലക്കറി ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാബേജ് ഉപ്പേരി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ സദ്യയുടെ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിയലുണ്ട്, പിന്നെ കൂട്ടുകറി ഉണ്ട്, പിന്നെ രസമുണ്ട്, പിന്നെ പുളിഞ്ചിണ്ട്, പിന്നെ മത്തൻ മമ്പയർ എരിശ്ശേരി ഉണ്ട്, പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനുണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, തൈര് പച്ചടി ഉണ്ട്. ഇപ്പോൾ ഇത് മെച്ചി ഇവിടെ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരുവിധം സദ്യക്കുള്ള എല്ലാതും കഴിഞ്ഞു. ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പുട്ടും കടലക്കറിയും കട്ടൻ ചായയും. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, പാലട പായസം. പിന്നെ വായൻ്റെ ഇല ഞാനും നജമേമയും കൂടെ വൃത്തിയാക്കി. അങ്ങനെ ഇപ്പോൾ ഇതേ ഫസ്റ്റ് റൗണ്ട് ഇരിക്കാൻ വേണ്ടി പോവാണ്. കുട്ടികൾക്കാട്ടോ ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ ഇതേ വിഭവങ്ങളൊക്കെ ഇവിടെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. വിഭവങ്ങൾ വിളമ്പി തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ സീറ്റൊക്കെ പിടിച്ചിരുന്നിട്ടുണ്ട്. അവൾക്കനുസരിച്ചുള്ള ചെറിയ വായന നോക്കിയിട്ട് തന്നെ അവളിവിടെ ഇരുന്നിട്ടുണ്ട്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ആ മുഖത്ത് നിന്ന് മനസ്സിലാവും. അങ്ങനെ എല്ലാവരും സദ്യ കഴിച്ചു തുടങ്ങി. ചിലർക്കൊക്കെ നല്ല സദ്യ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ചിലവർക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും ഇർസ അവിടെ സദ്യയൊക്കെ കഴിച്ച് ലാസ്റ്റ് പായസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരിങ്ങനെ കഴിച്ച് കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം മുറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ്.
അങ്ങനെ എനിക്കുള്ള ഇലയും ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ശർക്കര ഉപ്പേരി, ചിപ്സ്, കൈപ്പക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, പുളിയിഞ്ചി, തൈര് പച്ചടി, കൂട്ടുകറി, മമ്പയർ മത്തൻ എരിശ്ശേരി, ബീട്രൂട്ട് തോരന്, ക്യാബേജ് ഉപ്പേരി, അവിയൽ, പപ്പടം, പഴം, സാമ്പാർ, പിന്നെ രസം, പിന്നെ അടപ്പായസം, ചെറുപയർ പായസം. ആഹാ, ഇനി നമുക്ക് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ തന്നെ ഒടുക്കത്തിലും പറയാൻ കേട്ടോ, എത്ര കഴിച്ചാലും മതി വരാത്തായിട്ടാണ് നിങ്ങൾക്ക് സദ്യ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സദ്യയും കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പായസവും പപ്പടും പഴം കൂടി ഒരു പിടി പിടിച്ചിട്ട് അങ്കിൾ വന്നപ്പോൾ കിറ്റ്കാറ്റും കൊടുത്തിരുന്നു. അതും കഴിച്ച് എൻ്റെ വയറ് ഫുള്ളായി. അതേപോലെ എൻ്റെ മനസ്സും 100% സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇക്കൊല്ലത്തെ സദ്യയും കഴിച്ചതിനു. ഇനി നമുക്ക് അടുത്ത കൊല്ലം വീണ്ടും ഒരു സദ്യ കഴിക്കാം ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.